മുടിപ്പിച്ചിട്ട് ഇനി നീയൊക്കെ എന്ത് വിശദീകരിക്കുവാനാണ്? മുടിപ്പിച്ചിട്ട് നീയൊക്കെ ഇനി എന്ത് വിശദീകരിക്കുവാനാണ്? UDF ഇന്ന് കോട്ടയത്ത് ഒരു വിശദീകരണ യോഗം നടത്തുവാൻ പോവുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രധാന അജണ്ട എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത ആ വിവാദവും അതിനെ തുടർന്ന് NSSന്റെ ആ നിലപാടും ഇടതുപക്ഷത്തേക്കുള്ള ആ ചായ്വും ഒക്കെ കണ്ട് അതിനൊരു രാഷ്ട്രീയ വിശദീകരണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഇന്ന് ഉച്ചതിരിഞ്ഞ് കോട്ടയത്ത് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വെച്ചിരിക്കുന്നത്. ഈ UDF നേതൃത്വത്തോട് ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് സകലതും മുടിപ്പിച്ചിട്ട് ഇനി നീയൊക്കെ എന്ത് വിശദീകരിക്കുവാനാണ്? ഇത്തരം സാമുദായിക നേതാക്കന്മാർ NSS, SNDP, INL പോലെയൊക്കെയുള്ള ഈ നേതാക്കന്മാർ ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര ഒരു പക്ഷത്തോട്ട് ചായുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം പോലും നിനക്കൊന്നും ഇല്ലേ? അവർ ഉറച്ചു വിശ്വസിക്കുന്നു UDF വരുന്ന തവണ അധികാരത്തിൽ വരത്തില്ല. നിന്റെയൊക്കെ നാണംകെട്ട തമ്മിലടിയും ഒരു നേതൃത്വം പോലും ഇല്ലാതെ, നട്ടലുള്ള ഒരു നേതാവ് പോലും മുന്നിലില്ലാതെ നിന്നെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഈ സമുദായ നേതാക്കന്മാരും മറ്റുള്ള ഘടകകക്ഷികളുമൊക്കെ നിന്റെയൊക്കെ പുറകെ എങ്ങനെ വരും? കസേരമോഹികളായ, സ്വാർത്ഥമതികളായ, പ്രസ്ഥാനത്തോട് കൂറില്ലാത്ത, ഒരു അപ്പക്കഷ്ണം കിട്ടാൽ അപ്പം അങ്ങോട്ട് മറിയുന്ന നാണം കെട്ട നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ ഈ സമുദായ നേതാക്കന്മാരും ഘടകകക്ഷികളും മുന്നോട്ട് വരും? എല്ലാവരുടെയും ലക്ഷ്യം ബലമുള്ളവനോടൊപ്പം നിന്ന്, ശക്തിയുള്ളവനോടൊപ്പം ഓരം പറ്റി നിന്ന് അതിൻ്റെ നേട്ടങ്ങൾ, അതിൻ്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യുക എന്നതാണ് സകലവരുടെയും ലക്ഷ്യം. ഇത് ചാരിറ്റി അല്ല, ഇത് മറ്റ് പണികളൊന്നുമല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അടിപടലം വെട്ടുവാനുള്ള ഒരു പദ്ധതിയാണ് ഈ രാഷ്ട്രീയവും ഈ ഭരണവും എന്ന് നമുക്കെല്ലാം അറിയാം. അതിന് എന്തൊക്കെ ഫ്രിൽസ് കൊടുത്താലും ആത്യന്തികമായി ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്. പക്ഷേ വീണ്ടും നാശത്തിലേക്കാണ് പോകുന്നത്. ഇത് മുങ്ങാൻ പോകുന്ന ഒരു കപ്പലാണ് എന്ന് നിങ്ങൾ തന്നെ ജനങ്ങളെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. യാതൊരു നിലപാടുമില്ലാത്ത, യാതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമില്ലാത്ത, യാതൊരു പ്ലാനിങ്ങുമില്ലാത്ത നീയൊക്കെ എന്ത് വിശദീകരണം നടത്തുവാനാണ്? ആ വിശദീകരണ യോഗത്തിന് വരുന്ന ഈ നാണം കെട്ടവന്മാരുടെ, ഈ UDFനോട് ജനങ്ങളെ നിങ്ങൾ ചോദിക്കുക. ഇവന്മാർ കേക്കച്ചനും UDF കൺവീനർ അടൂർ പ്രകാശും അടക്കം ചിലപ്പോൾ അരമനക്കുണ്ടൻ ഉണ്ടോയെന്നറിയത്തില്ല. ആ നാണം കെട്ടവനെയും കൂടി ഇവന്മാർ കൂട്ടുവോ എന്നറിയില്ല. അയാളെ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ മണഗുണാഞ്ചനെയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, ഇട നാണം കെട്ടവനെ, നീ ഈ വിശദീകരണം നടത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ചില വിശദീകരണങ്ങൾ തരാൻ നിനക്കൊക്കെ പ്രാപ്തിയുണ്ടോ? അതിന് വിശദീകരണം തന്ന ശേഷം മതി നിന്റെയൊക്കെ അളിഞ്ഞ വിശദീകരണം എന്ന് പറയുവാൻ ജനങ്ങൾ തയ്യാറാവണം. ഒന്ന്, നിങ്ങൾ ചോദിക്കേണ്ടുന്നത്, കേരളത്തിൽ ഇത്രയും സംഘടനാ തലത്തിൽ യാതൊരു അടുക്കും ചിട്ടയുമില്ല, അടിത്തറയുമില്ലാതെ ഒരു പുനഃസംഘടന നടത്തി ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ നിനക്കൊക്കെ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? രണ്ട്, KPCC അധ്യക്ഷ സ്ഥാനത്തിരുന്ന K. സുധാകരനെ എന്തിൻ്റെ പേരിൽ മാറ്റിയാണ് ഒരു അരമനക്കുണ്ടനെ, മെത്രാന്മാരുടെ, കത്തോലിക്ക ബിഷപ്പുമാരുടെ കാശും മേടിച്ച് അവന്മാരുടെ ആവശ്യപ്രകാരം ഒരു കത്തോലിക്കൻ എന്നുള്ളതല്ല, ഇവിടെ ജാതിയോ മതമോ പ്രശ്നമല്ല, ഒരു കിഴങ്ങനെ, ഒരു സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ ശേഷിയില്ലാത്തവനെ, ഒരു മണ്ണുണ്ണിയെ പിടിച്ചുകൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തിയിട്ട് മറ്റുള്ളവന്മാർ കയറി മേയാനുള്ള അവസരം ഉണ്ടാക്കിയത് എന്തിനാണ്? രണ്ട്, സാമുദായിക സമവാക്യങ്ങൾ ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് സമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അരമനക്കിങ്ങിണിയെ നിങ്ങൾ അവിടെ കൊണ്ട് പിടിച്ചിരുത്തിയത്? ആരുടെ ആവശ്യമായിരുന്നു K. സുധാകരനെ മാറ്റുക എന്നുള്ളത്? ഒന്നോർക്കുക, K. സുധാകരനെ പോലെയുള്ള കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഗത്തെ അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അപമാനിച്ച് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി മാറ്റിവെച്ച് ഇന്നും കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം കണ്ണൂരിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ K. സുധാകരന്റെ ഉറച്ച നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ശക്തിയാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ നാണം കെടുത്തി ആ പദവിയിൽ നിന്നും മാറ്റിവെച്ച നീയൊക്കെ എന്ത് വിശദീകരിക്കുവാനാണ്? അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കി? അതുകൊണ്ടുണ്ടായ പ്രതിസന്ധികളല്ലേ ഇന്ന്
കേരള രാഷ്ട്രീയത്തിൽ ഉള്ളത് എന്ന് എത്ര കോൺഗ്രസ്സുകാർക്ക് ചോദിക്കുവാൻ പറ്റും? എത്ര കോൺഗ്രസ്സുകാർക്ക് ചോദിക്കുവാൻ പറ്റും? അതുപോലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ വി ഡി സതീശന്റെ പ്രവർത്തനങ്ങളെ നിങ്ങളൊന്ന് വിലയിരുത്തുക. പ്രതിപക്ഷ സ്ഥാനത്ത് ഈ പാർട്ടിയായിട്ട് 9.5 വർഷം കഴിയുന്നു. ജനങ്ങൾ ഓർമ്മിക്കത്തക്ക, ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കത്തക്ക ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ എന്ത് ശബ്ദം ഉയർത്തുവാൻ നിയമസഭയിൽ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്? എന്ത് നേട്ടങ്ങൾ, ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തുവാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നടപടികൾ ഈ നാണംകെട്ടവന്മാരുടെ, ഈ ഷണ്ടന്മാരെന്ന് വിളിച്ചാൽ ഷണ്ടന്മാർ പോലും ഇവന്മാരെ തല്ലിക്കളയും. കാരണം ആ പേരിന് പോലും അർഹരല്ലാത്ത ഈ നാണംകെട്ടവന്മാർ പ്രതിപക്ഷത്തിരുന്ന് എന്ത് ചെയ്തു? പിണറായി സർക്കാരിനെതിരെ ഒരു വാക്ക് പോലും, അവരുടെ അഴിമതികൾക്കെതിരെ ശബ്ദിക്കാൻ പറ്റാതായി പോയത് ഈ നാണംകെട്ടവൻ അവന്റെ കുടുംബത്തെ പോലും കൊണ്ട് താമസിപ്പിക്കാതെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ ഇരുന്ന് കമ്മീഷനും കള്ളപ്പരിപാടികളും കള്ളക്കമ്മട്ടകളും നടത്തി ഈ അവനവിടെ ആളുകളെ കൊണ്ടുവന്ന് കേക്കും മുറിച്ചുല്ലസിച്ച് നടക്കുന്ന ഈ നാണംകെട്ടവൻ പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ മാറ്റി നിർത്തിയാൽ ഞാൻ ഒലത്തും എന്ന് പറഞ്ഞവൻ ഇവൻ എന്ത് ചെയ്തു? കേരളത്തിൽ സമാനതകളില്ലാത്ത കസ്റ്റഡി മരണങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളും ഉണ്ടായിട്ട് അതിനെതിരെ ഞെട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ഈ നാണംകെട്ടവൻ എന്ത് ചെയ്തു? നിയമസഭയിൽ 2 യുവ MLA-മാരെ ഇറക്കി ആരംഭിച്ച സത്യാഗ്രഹം എവിടെ പോയി? 2ാം ദിവസം ആ നാറികൾ എവിടേക്ക് പോയി? എവിടെ പോയടാ നിന്റെയൊക്കെ ഞെട്ടിക്കലും സമരപരിപാടികളും? കേരളം ഞെട്ടാൻ പോകുന്നു, റെഡിയായിരുന്നു, ഞെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റിയിടാ നാണംകെട്ടവനെ? അവസാനം ആ ഞെട്ടാൻ പോയ ബോംബ് അവന്റെ നിക്കറിലിരുന്ന് പൊട്ടി അവന്റെ ബോൾസ് 2ഉം തെറിച്ചു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പറവൂരിലെ ഇവന്റെ മണ്ഡലം സെക്രട്ടറിയായ ആ മണ്ഡലം സെക്രട്ടറിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുത്തു. അയാൾ ഒളിവിലാണ്. ഈ കേക്കച്ചനാണ് ആ അപവാദ പ്രചരണത്തിന്റെ പിന്നിൽ എന്ന് വ്യക്തമായിട്ടും കണ്ടില്ലേ? പിണറായി ഇദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. കാരണം ഈ കേക്കച്ചനെ കൊണ്ട് ഇനിയും അവർക്ക് ആവശ്യമുണ്ട്. കാരണം 3ാം വട്ടവും പിണറായി സ്വപ്നം കാണുന്നത് ഈ നാണംകെട്ടവൻ, ഈ കുലംകുത്തി കോൺഗ്രസ് പാർട്ടിയിൽ പ്രതിപക്ഷ സ്ഥാനത്തുള്ളത് കൊണ്ടാണ് അവർ ആ ഉറപ്പോടെ മുന്നോട്ട് പോകുന്നത്. കാരണം കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള, അതിനെ ജനമധ്യത്തിൽ ഇകഴ്ത്തുക, നാണം കെടുത്തുക എന്ന പരിപാടി ഈ നാണംകെട്ടവൻ വൃത്തിയായി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട, നമുക്കറിയാം അത് ഇടതുപക്ഷം തീർച്ചയായിട്ടും അതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഹൈന്ദവ വോട്ടുകൾ ധ്രുവീകരിക്കുക, തങ്ങൾക്ക് അനുകൂലമാക്കുക, മുൻപുണ്ടായ ആ കളങ്കം മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. അതിനെന്തൊക്കെ അവരുടെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് അവരുടെ മിടുക്കാണ്. അപ്രകാരം ഒരു പരിപാടി നടത്തുമ്പോൾ ബുദ്ധിപൂർവമായ ചില നീക്കങ്ങൾ നടത്തേണ്ടിയിരുന്ന കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഈ നാണംകെട്ട കേക്കച്ചിന്റെ വീട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സംഘവും ക്ഷണിക്കാൻ വന്നപ്പോൾ ഇവൻ അവിടെ റോള് കാണിച്ചു, അവരെ കാണുവാൻ പോലും കൂട്ടാക്കിയില്ല, നാണം കെടുത്തി വിട്ടു. അവസാനം ഇപ്പോൾ എന്തായി കേക്കച്ച? ആ പരിപാടി അവർ നടത്തി, അതിൻ്റെ മൈലേജ് എടുത്തു. ഇപ്പോൾ ഇതാ ആ വേദിയിൽ വെച്ച് തന്നെ SNDP നേതാവ് വെള്ളാപ്പള്ളി കൃത്യമായി പറഞ്ഞു, ഇനിയും മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യൻ ഇയാളാണ്, അടുത്തതും ഇടതു വരും എന്ന് അയാൾ പ്രഖ്യാപിച്ചു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ NSS നേതാവ് സുകുമാരൻ നായരും ഇടതുപക്ഷത്തേക്ക് ചായുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇന്ന് കസേരമോഹികളായ തമ്മിൽ കടിപിടി കൂടുന്നവന്മാരെല്ലാം നായന്മാരാന്ന് ഓർക്കണം. ഒന്ന് പരവൂർ നായർ, ഒന്ന് മാവേലിക്കര നായർ, അങ്ങനെ പല നായന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം നടത്തുവാനുള്ള ആളുകളുണ്ട് ഇന്ന് കോൺഗ്രസ് നേതൃത്വ നിരയിൽ. ഈ നായന്മാരെല്ലാവരും ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായന്മാരുടെ നേതാവിത പിണറായിയുടെ മടിയിൽ കയറിയിരുന്ന് മറ്റവന്മാരുടെ താടിക്കിട്ട് ചവിട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. എന്നിട്ട് സുകുമാരൻ നായർക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചിട്ടും കൊഞ്ഞനം കുത്തിയിട്ടും വല്ല കാര്യമുണ്ടോ? സുകുമാരൻ നായർ എന്തുകൊണ്ട് പിണറായി പക്ഷത്തേക്ക് തിരിയുന്നു? നിന്റെയൊക്കെ കഴിവില്ലായ്മകൾ കൊണ്ടും ഇത്തരത്തിലുള്ള ഈ നേതാക്കന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തത് കൊണ്ടുമാണ്. നിന്റെയൊക്കെ ജാടയും നിന്റെയൊക്കെ അഹങ്കാരവും 10 കൊല്ലം ഭരണമില്ലാതെ കൂറയായിട്ട് വെളിയിലിരിക്കുമ്പോൾ പോലും
നിന്റെ ഒന്നും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഈ കേക്കച്ചന്റെ അഹങ്കാരത്തിന് കുറവ് വരാതിരിക്കാൻ കാരണം അറിയാം, ഇവൻ കാശിന് ഗതിയില്ലാതായി. ഇവൻ എറണാകുളത്ത് പണ്ട് കൂറയായിട്ട് നടന്ന സമയത്തോളം ഇവൻ കടം മേടിക്കാത്ത ഒരാൾ പോലും ഇല്ല എന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ എന്നോട് പറയുകയുണ്ടായി. ഇവൻ ആരെ കണ്ടാലും പൈസ കടം ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു സൈക്കിളിൽ ലാംബി സ്കൂട്ടറിൽ തെണ്ടിത്തിരിഞ്ഞ് നടന്ന വയറൊട്ടി പിത്തശൂല പിടിച്ച പിള്ളേരെ പോലെ നടന്ന ഒരു കാലം ഈ കേക്കച്ചന് ഉണ്ടായിരുന്നു. ഇന്ന് ഇവൻ പ്രതിപക്ഷത്തിരുന്ന് സകല കള്ളത്തരത്തിൻ്റെയും കമ്മീഷൻ അടിച്ച് നാറി കുതിർന്ന് വീർത്ത് കയ്യിൽ 10 കാശായപ്പോൾ അവൻ്റെ ആ ബോഡി ലാംഗ്വേജിൻ്റെ, അവൻ്റെ ആ അഹങ്കാരത്തിൻ്റെ ആ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇവൻ്റെ കയ്യിലുള്ള ഈ കള്ളപ്പണമാണ്. പാർട്ടി തെണ്ടിയാലും പാർട്ടി നാറിയാലും എൻ്റെ കയ്യിൽ കാശുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് കാശുള്ള ചുരുക്കം ചിലരിൽ ഒരുത്തൻ ഞാനാണ് എന്ന അഹന്ത ആയിട്ട് നടക്കുന്ന ഈ നാറി ഇവൻ സമുദായ നേതാക്കന്മാരെ കാണുമ്പോൾ ഇവൻ അപ്പം കളിക്കും. അവന്മാരെ മൈൻഡ് ചെയ്യില്ല, അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യും. അതുകൊണ്ട് ഇവനെ ആർക്കും കണ്ണെടുത്താൽ കാണില്ല. കാരണം എൻ്റെ കയ്യിൽ കള്ളപ്പണമുണ്ട്. എനിക്ക് ഈ പുല്ലൊന്നും ഇല്ലെങ്കിലും എൻ്റെ 100 തലമുറയ്ക്ക് ജീവിക്കുവാനുള്ളത് ഞാൻ ഉണ്ടാക്കി എന്ന ആ സട്ടിലായിട്ട് കിടക്കുന്ന ആ ബോധമാണ് ഇവനിൽ ഒരു അഹങ്കാരിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഇവൻ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് സംസാരിക്കുന്ന ആ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ? ഹൂ കെയർസ് ആറ്റിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ ഈ റാസ്കലിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇതുപോലെ ഓരോ വിഷയത്തിലും യാതൊരു നിലപാടുമില്ലാത്ത അതുപോലെ ഇത്രയും അനുയോജ്യമായ ഒരു കാലാവസ്ഥ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നും സംശയമാണ്. അത്തരം അസുലഭമായ ഒരു അവസരത്തിൽ ഈ രാഹുലിനെതിരെ ഇത്തരം വൈരാഗ്യബുദ്ധിയോടുകൂടി ഇയാളുടെ പേഴ്സണൽ വെഞ്ചിയൻസ് തീർക്കുവാൻ വേണ്ടി എടുത്ത ഈ നടപടിയെ തുടർന്ന് ഈ പാർട്ടി ഇത്രത്തോളം ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാളിപ്പോയി എന്ന് മനസ്സിലായിട്ടും തിരിച്ചെടുക്കാത്ത ഈ കേക്കച്ചൻ എന്ത് വിശദീകരണമാണ് ജനങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറയുവാനുള്ളത്? കോട്ടയത്ത് വീണ്ടും വന്നു നിന്ന് വിടുവ അടിച്ച് NSSനെ വീണ്ടും നമുക്കറിയാം, സുകുമാരൻ നായർ പറഞ്ഞാൽ എല്ലാവരും ഒന്നും കേൾക്കില്ല. സുകുമാരൻ നായരുടെ കോന്തലയിൽ കെട്ടിയേക്കുന്നവരല്ല എല്ലാ നായന്മാരും. പക്ഷേ കോട്ടയത്ത് ഇന്ന് സമ്മേളനം നടത്തി ഇവന്മാർ വിടുവായടിച്ചാൽ ബാക്കിയുള്ള സകല നായന്മാരും അവരെ വിമർശിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും എതിരാകുകയും അവർ ഇടതുപക്ഷത്തോട്ട് കൂടുതൽ അടുക്കാനുമേ സാധ്യതയുള്ളൂ. കാരണം ഈ മണ്ടന്മാർ എന്ത് ചെയ്താലും അത് നാശത്തിലേ കലാശിക്കൂ. കാരണം ബുദ്ധിയോ ബോധമോ ഇവന്മാർക്കില്ല. എനിക്ക് തോന്നുന്നു കേക്കച്ചന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന ഈ വിശദീകരണ യോഗത്തിന്റെ ലക്ഷ്യവും പിണറായിക്ക് മൈലേജ് ഉണ്ടാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. കോട്ടയം പോലെയുള്ള NSS ആസ്ഥാനം ഇരിക്കുന്ന ആ ജില്ലയിൽ പോയി ഇപ്രകാരം ഒരു സമ്മേളനം നടത്തി അവൻ എന്ത് വിശദീകരിക്കുവാനാണ്? അവൻ ഇതുപോലെ ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് ആരാണ്? സുകുമാരൻ നായരാണ്. അപ്പോൾ സുകുമാരൻ നായരെ തിരുനക്കര മൈതാനത്ത് മൈക്ക് കെട്ടി അല്ല അഡ്രസ്സ് ചെയ്യേണ്ടുന്നത്. അപ്രകാരമുള്ള ഈ സമുദായ നേതാക്കന്മാരെ അവരുടെ മടയിൽ പോയി അവന്മാരെ ഡീൽ ചെയ്യാനുള്ള പ്രാപ്തി എന്ന് പറയുന്നതിനെയാണ് ടാക്ടിക്സ് അല്ലെങ്കിൽ നയതന്ത്രം എന്ന് പറയുന്നത്. അതില്ലാതെ നാട്ടുകാരെ കാണിക്കാൻ മൈതാനത്ത് തിരുനക്കര മൈതാനത്ത് മൈക്ക് വെച്ച് കെട്ടി അവൻ ഉടയാത്ത കതറുമിട്ട് നിന്ന് വലിയ ഗീർവാണം അടിച്ചാൽ പോടാ മലരേ എന്ന് ഇവിടെയുള്ള നായന്മാർ പറയും. അതിനുള്ള അവസരമാണ് ഈ നാണം കെട്ടവൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലക്ഷ്യവും നിങ്ങൾ മനസ്സിലാക്കുക. ആത്യന്തികമായി പിണറായിയെ സഹായിക്കുക, ഇപ്പോൾ ആടി നിൽക്കുന്ന നായർ വോട്ടുകൾ ഒന്നുകൂടി ഇടതുപക്ഷത്തിന് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇയാൾ ഈ പണിയും നടത്താൻ പോകുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചറിയണം. അന്നേരം അതുകൊണ്ട് ഇവന്മാരോട് ചോദിക്കണം, എല്ലാം ഒടുപ്പിച്ചിട്ട് ഇനി എന്ത് വിശദീകരണമാണ് കേക്കച്ച നാണം കെട്ടവനെ നീ നടത്തുവാൻ പോകുന്നത് എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.